ഹലോ മക്കളെ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കവിതയും കവിതയുടെ ആ പാഠഭാഗത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ ചെയ്യാവുന്നത് ഈ പാഠഭാഗത്തെ ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യമാണേ, നോക്കിക്കേ. ചിടിയ ക്യോം ചിപ്കർ ഗാത്തി ഹെ? ചിടിയ വായിച്ചേ. ചിടിയ ക്യോം ചിപ്കർ ഗാത്തി ഹെ. ചിടിയ എന്ന് വെച്ചാൽ എന്താ? പക്ഷി. ക്യോം എന്തുകൊണ്ട്? ചിപ്കർ ഗാന നമുക്കറിയാം അല്ലേ? കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിപ്കർ ഗാന ഒളിഞ്ഞിരുന്ന് പാടുക, മറഞ്ഞിരുന്നു കൊണ്ട് പാടുക. അപ്പൊ നോക്കിക്കേ, പക്ഷി എന്തുകൊണ്ടാണ് ഒളിഞ്ഞിരുന്ന് പാടുന്നത്? എന്തുകൊണ്ടാ? ആൻസർ നോക്കിക്കേ. ഉനേ മനുഷ്യ സേ ഡർ ഹേ. അവർക്ക്, ആർക്കാ? പക്ഷികൾക്ക് മനുഷ്യരെ പേടിയാണ് അല്ലേ? അതായത് ഈ കവിതയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷി പറന്നു വന്ന് താഴോട്ട് വന്ന് പെട്ടെന്ന് തന്നെ ആ ധാന്യമണികൾ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? പെട്ടെന്ന് പറന്നുയർന്നു. എന്തുകൊണ്ടാ? അവർക്ക് മനുഷ്യരെ പേടിയാ. അപ്പൊ വായിച്ചേ. ഉനേ മനുഷ്യ സേ ഡർ ഹേ. ഡർ എന്ന് വെച്ചാൽ എന്താ? പേടി. അടുത്തത് നോക്കിക്കേ. लाख बुलाऊं लेकिन मेरे पास न ആനെ വാലി ചിടിയ. എന്താ? ലാഖ് ബുലാവോ, നമ്മൾ പറഞ്ഞു അല്ലേ? ഒത്തിരി തവണ കവി വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷിയെ. പക്ഷേ മേരെ പാസ് ന ആനെ വാലി ചിടിയ, എൻ്റെ അടുത്തോട്ട് പക്ഷി എന്ത് ചെയ്തില്ല? വന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? നേരത്തെ പറഞ്ഞ അതേ സെയിം ആൻസർ, സെയിം കൺസെപ്റ്റ് തന്നെ വരുന്നത് കേട്ടോ. ചിടിയാക്കോ മനുഷ്യ സേ ഡർ ഹെ. പക്ഷികൾക്ക് മനുഷ്യരെ പേടിയാ. ഇസലിയെ വേ ഹമേശ ഉൻസെ ദൂർ രഹത്തെ ഹൈ. ഇസലിയെ അതുകൊണ്ട്, വേ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവർ അല്ലേ? ആരാ? പക്ഷികൾ. ഹമേശ എല്ലായ്പ്പോഴും, ഉൻസെ ദൂർ രഹത്തി ഹെ ആരിൽ നിന്നും? മനുഷ്യരിൽ നിന്നും ദൂരെ നിൽക്കുന്നു. ഓർ छिप जाती है എന്താ? ഒളിഞ്ഞിരിക്കുന്നു. इसलिए वह कई बार बुलाने पर भी പാസ് ന ആത്തി ഹെ, അല്ലെങ്കിൽ പാസ് നഹീം ആത്തി ഹെ. അതുകൊണ്ടാണ് എത്രയൊക്കെ വിളിച്ചിട്ടും ആരുടെ അടുത്തോട്ട് വരാത്തത്? പക്ഷികൾ മനുഷ്യരുടെ അടുത്തോട്ട് വരാത്തത്. മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. നോക്കിക്കേ. നമൂനയ്ക്ക് അനുസാർ വാക്യ ബനായേ. നമൂന എന്ന് വെച്ചാൽ എന്താ? ഈ കാണുന്ന അല്ലേ? ഇവിടെ നമ്മൾ കാണുന്ന ഇതനുസരിച്ചിട്ട് വാക്യം ഉണ്ടാക്കാനാ, സെന്റൻസ് ഉണ്ടാക്കാനാ പറഞ്ഞേക്കുന്നത്. ഇതിൽ ആദ്യം നമുക്ക് എന്താ? ഒരു മാതൃക തന്നിട്ടുണ്ട്. അതാണ് നമൂന എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ മാതൃക അനുസരിച്ചിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് സെന്റൻസ് ഉണ്ടാക്കാനാ പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ ഒന്ന് വായിച്ചേ. ചിപ്കർ ഗാന. എന്താ? ചിപ്കർ ഗാന, ഒളിഞ്ഞിരുന്ന് പാടുക. ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ സെന്റൻസ് എന്താ? ചിടിയ ചിപ്കർ ഗാത്തി ഹെ. നമ്മൾ സെന്റൻസ് എഴുതുമ്പോൾ ആദ്യം എന്ത് വേണം? ചിടിയെ കുറിച്ചല്ലേ പറയുന്നത്? പക്ഷിയെ കുറിച്ചിട്ടല്ലേ പറയുന്നത്? അപ്പോൾ പക്ഷി എന്ന് എഴുതണം അല്ലേ? അതിന് ഹിന്ദിയിൽ ചിടിയ എന്നാണ്. അപ്പോൾ ഹിന്ദിയിൽ നമ്മളൊരു സെന്റൻസ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഹേ അല്ലെങ്കിൽ ഹൈം ചേർക്കും അല്ലേ? മലയാളത്തിലാണെങ്കിലല്ലേ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. പക്ഷെ ഹിന്ദിയിൽ അങ്ങനെയാണോ? അല്ല അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ആരെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതായിരിക്കും നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ. ചിടിയ ചിപ്കർ ഗാത്തി ഹെ. കണ്ടോ? ചിപ്കർ ഗാന, അതിനെ നമ്മൾ സെന്റൻസ് ആയിട്ട് എഴുതുമ്പോൾ പക്ഷി ഒളിഞ്ഞിരുന്ന് പാടുന്നു എന്ന് വേണം അല്ലേ? ചിപ്കർ ഗാന, ഒളിഞ്ഞിരുന്ന് പാടുക. ഇവിടെ ചിടിയ ചിപ്കർ ഗാത്തി ഹെ, പക്ഷി ഒളിഞ്ഞിരുന്ന് പാടുന്നു എന്ന അല്ലേ? അപ്പൊ അതുപോലെ നിങ്ങൾക്ക് അതായത് ബാക്കിയുള്ളത് എഴുതാൻ പറ്റില്ലേ മക്കളെ? നോക്കിക്കേ. പാസ് ന ആന. പാസ് ന ആന എന്ന് വെച്ചാൽ എന്താ? അടുത്ത് വരുന്നില്ല അല്ലേ? ആരാ? നമുക്കറിയാം ആരാ? പക്ഷി. നോക്കിക്കേ. ചിടിയ പാസ് ന ആത്തി ഹെ. കണ്ടോ? പക്ഷി വരുന്നില്ല. ആദ്യം നോക്കിക്കേ. ചിടിയെ കുറിച്ച് പറയുന്നതുകൊണ്ട് നമ്മൾ സബ്ജക്റ്റ് അവിടെ എന്ത് കൊടുത്തു? ചിടിയ. സെന്റൻസ് അവസാനിക്കുന്നത് എങ്ങനെയാ? ഹേ അല്ലേ? അപ്പൊ വായിച്ചേ. ചിടിയ പാസ് ന ആത്തി ഹെ. അടുത്തത് നോക്കിക്കേ. ചട്ട് ഉഡ് ജാന. പെട്ടെന്ന് പറന്നു പോവുക അല്ലേ? അപ്പൊ ചിടിയ ചേർത്തൊന്ന് പറഞ്ഞേ. ചിടിയ ചട്ട് ഉഡ് ജാതി ഹെ. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് നോക്കിക്കേ. ദാന ഖാന. ധാന്യം കഴിക്കുക അല്ലേ? അപ്പൊ നമുക്ക് അതെങ്ങനെ പറയാം? ചിടിയ ദാന ഖാത്തി ഹെ. കഴിഞ്ഞു. എളുപ്പമല്ലേ? ചിടിയ എന്ത് ചെയ്യുന്നു?
ധാന്യം കഴിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സമാന അർത്ഥ ടൂണ്ടേം പത്തേ ഫരെ. സമാന അർത്ഥം എന്ന് വെച്ചാൽ എന്താ? ഒരു മീനിങ്, ഒരു അർത്ഥം വരുന്ന വ്യത്യസ്ത വാക്കുകളാ ഉദ്ദേശിക്കുന്നത് അല്ലെ? നോക്കിക്കേ, ജൽദി. ജൽദി എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന് അല്ലെ? നമുക്ക് ഈ പദ്യത്തിൽ അല്ലെങ്കിൽ ഈ കവിതയിൽ നിന്ന് നമുക്ക് കിട്ടി ചട്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ചട് സേ, പെട്ടെന്ന്. ചട് എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന്. അപ്പൊ ജൽദി നമുക്ക് കിട്ടിയില്ലേ? ചട്. ഇനി നോക്കിക്കേ, പങ്ക്. പങ്ക് എന്ന് വെച്ചാൽ എന്താ? ചിറക് അല്ലേ? അപ്പോ പർ. പർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പർ രണ്ടർത്ഥം വരുന്നുണ്ട്. മുകളിലെന്നുമുണ്ട്, ചിറകെന്നുമുണ്ട്. അപ്പൊ മേസ് പർ കിതാബ് ഹെ എന്ന് വെച്ചാൽ എന്താ? മേശപ്പുറത്ത് പുസ്തകമാണ് അല്ലെ? ഇവിടെ പർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? പങ്ക് അല്ലെ? ചിടിയ, പക്ഷിയുടെ ചിറക്. ഓക്കെ, അടുത്തത് നോക്കിക്കേ, ഡാലി. ഡാലി എന്ന് വെച്ചാൽ എന്താ? ഫുൻഗി എന്നാ പറഞ്ഞേ അല്ലേ? ചില്ലയുടെ അറ്റം. പക്ഷി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്താ? ചിടിയ. പറഞ്ഞേ, ചിടിയ, പക്ഷി. അടുത്ത നോക്കിക്കേ, അനോഖ, അതുല്യമായ. അവിടെ ഈ പദ്യത്തിൽ നിന്ന്, കവിതയിൽ നിന്ന് നമുക്ക് എന്ത് വാക്ക് കിട്ടും? നിരാലി. പറഞ്ഞേ, നിരാലി, അനോഖ. അത് കഴിഞ്ഞ് നോക്കിക്കേ, ആകാശ്. ആകാശ് എന്താ? ആസ്മാൻ. അപ്പൊ എല്ലാം കൂടെ ചേർത്തിട്ട് എളുപ്പത്തിൽ നമുക്ക് കണ്ടോ? നോക്കിക്കേ, ജൽദി, ചട്, പെട്ടെന്ന്, പങ്ക്, പർ, ചിറക്, ഡാലി, ഫുൻഗി, ചില്ലയുടെ അറ്റം, പക്ഷി എന്താ? ചിടിയ, അനോഖ, നിരാലി, അതുല്യമായ, ആകാശ്, ആസ്മാൻ, ആകാശം. ഇത് എക്സാമിന് ചോദിക്കുവേ, സമാനാർത്ഥ ശബ്ദ ലിഖിയേ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. സമാനാർത്ഥം എന്താ ഇപ്പൊ അറിയാമല്ലേ? അതാ ഓരോ മീനിങ് വരുന്ന വ്യത്യസ്ത തരം വാക്കുകൾ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് വായിച്ചു പഠിക്കുക. അടുത്ത ചോദ്യം നോക്കിക്കേ, പങ്ക്തിയാം ഢൂണ്ടേം ലിഖേ. ഇവിടെ നമുക്ക് സെന്റൻസ് തരും. ആ സെന്റൻസ് അർത്ഥം വരുന്ന ഭാഗം കവിതയിൽ നിന്നും എടുത്തെഴുതാനാ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ചിടിയ ഏക് ഢാലി സേ ദൂസരെ ഢാലി പർ ഉഡ് ജാതി ഹെ. നമുക്കറിയാം അല്ലേ? ചിടിയ ഒരറ്റത്ത് നിന്നും വേറൊരു ചില്ലയുടെ അറ്റത്തോട്ട് പറന്നു പോകുന്നു. എന്താ മക്കളെ ഇവിടെ കവിതയിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നത്? ഇസ് ഫുൻഗി സേ ഉസ് ഫുൻഗി പർ ഉഡ്കർ ജാനെ വാലി ചിടിയ. വായിച്ചേ, ഇസ് ഫുൻഗി സേ ഉസ് ഫുൻഗി പർ ഉഡ്കർ ജാനെ വാലി ചിടിയ. അടുത്ത നോക്കിക്കേ, ചിടിയ ലോഗോ കെ പാസ് നഹീം ആത്തി ഹെ. പക്ഷി ആൾക്കാരുടെ അടുത്തോട്ട് വരുന്നില്ല. നമുക്കറിയാം അല്ലേ? കവി ഒത്തിരി തവണ വിളിച്ചിട്ട് പക്ഷി വന്നോ? ഇല്ല. അപ്പൊ ആ ഭാഗം എങ്ങനെയാ? ലഖ് ബുലാവോ ലേക്കിൻ മേരെ പാസ് ആനെ വാലി ചിടിയ. ലഖ് ബുലാവോ ലേക്കിൻ മേരെ പാസ് ആനെ വാലി ചിടിയ. ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോകാം. ചിടിയ പത്തോമേ ചിക്കർ ഗാത്തി ഹെ. പക്ഷി എന്ത് ചെയ്യുന്നു? ഇലകളിൽ ഒളിഞ്ഞിരുന്ന് പാടുന്നു. അപ്പൊ നമുക്കത് എങ്ങനെയാ? ഇൻ പത്തോമേ ഉൻ പത്തോമേ ചിക്കർ ഗാനെ വാലി ചിടിയ. അല്ലേ? ഈ ചെടിയിൽ നിന്നും ആ ചെടിയുടെ ഇലയിലേക്കൊക്കെ ഒളിഞ്ഞിരുന്ന് പക്ഷി എന്ത് ചെയ്യുവാണ്? പാടുകയാണ്. അടുത്ത നോക്കേ, चिड़िया दाना खाकर जल्दी उड़ जाती है. പക്ഷി ധാന്യം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പറന്നു പോകുന്നു അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. പർ ഫട്ട് കാക്കർ. പറന്ന് വെച്ചാൽ എന്താ? ചിറക്. ചിറകടിച്ച് നീച്ചെ ആക്കർ ദാന ഖാനെ വാലി ചിടിയ. താഴെ വന്ന് ധാന്യം കഴിക്കുന്ന പക്ഷി അല്ലേ? അപ്പൊ ഇതാണ് ടെക്സ്റ്റ് ഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ കവിതയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കിക്കേ, കവിത സേ ചുൻകർ ലിഖേ. നമ്മളോട് പറയുന്നുണ്ട് ഉട്നെ വാലി. ഈ രീതിയിൽ വരുന്ന വാക്കുകൾ എടുത്ത് എഴുതാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്താ? ഗാനെ വാലി ഉണ്ട്, ജാനെ വാലി, ഖാനെ വാലി, പാടുന്ന, പോകുന്ന, കഴിക്കുന്ന. ചട് ഉഡ് ജാനെ വാലി, പെട്ടെന്ന് പറന്നു പോകുന്ന. പാസ്ന ആനെ വാലി, അടുത്തോട്ട് വരാത്ത പക്ഷി. ഓക്കെ അല്ലേ? ഉഡ്നെ വാലി, ഗാനെ വാലി, ജാനെ വാലി, खाने वाली, चट उठ जाने वाली, पास न आने वाली.
അടുത്തത് നോക്കിക്കേ, നിങ്ങളോട് എഴുതാനാ പറഞ്ഞേക്കുന്നേ. ഊപ്പർക്കെ നമൂനെ എന്ന് വെച്ചാൽ എന്താ, മാതൃക അല്ലേ. എക്സാമ്പിൾ ആക്കി എടുത്തിട്ട് മുകളിൽ പറഞ്ഞേക്കുന്ന പോലെ അതുപോലെ ശബ്ദ ബനായ നമ്മളോട് വേർഡ്സ് ഉണ്ടാക്കാനാ പറഞ്ഞേക്കുന്നത്. പി വെച്ച് തന്നിട്ടുണ്ട്. നമ്മൾ വാലി ചേർത്ത് എഴുതുമ്പോൾ പീനേ വാലി, പി വാലി എന്ന് എഴുതൂ ഇല്ല അല്ലേ, പീനേ വാലി എന്ന് എഴുതൂ. ദേഖ്, ദേഖ്നെ വാലി. ഫീഗ് എന്താ, ഫീഗിനെ വാലി, ഫീഗിനെ വാലി എന്ന് വെച്ചാൽ എന്താ, നനയുന്ന എന്നാ മീനിങ് കേട്ടോ. കറ എന്ന് വെച്ചാൽ എന്താ, കർണേ വാലി. ഓക്കെ അല്ലേ. പീനെ വാലി, ദേഖ്നെ വാലി, ഫീഗിനെ വാലി, കർണേ വാലി. കണ്ടോ നോക്കിക്കേ, പീനെ വാലി, ദേഖ്നെ വാലി, ഫീഗിനെ വാലി, കർണേ വാലി. ഓക്കെ അല്ലേ. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പങ്ക്തിയാം ജോഡേ. ഇവിടെ നിങ്ങൾക്ക് കുറേ ചിത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ആകെ 4 ചിത്രങ്ങളുണ്ട്. നോക്കിക്കേ, ഹോംസല ബന്ന, പാനി പീന, ബാരിഷ് മേം ഭീഗന, പ്യാർ കർന. ഇത് വെച്ചിട്ട് സെന്റൻസ് കവിത ഉണ്ടാക്കാനാ പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, ഹോംസല ബനാന. ഹോംസല എന്ന് വെച്ചാൽ എന്താ, പക്ഷിക്കൂട്. പക്ഷിക്കൂട് നിർമ്മിക്കുന്ന പക്ഷി. അപ്പൊ നമുക്കതെങ്ങനെ എഴുതാം, ഹോംസല ബനാനെ വാലി ചിടിയ. അടുത്ത ഇത് നോക്കിക്കേ മക്കളെ, ഇവിടെ എന്താ ചെയ്യുന്നത്, പക്ഷി വെള്ളം കുടിക്കുന്നുണ്ട് അല്ലേ. പാനി പീന, വെള്ളം കുടിക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, വെള്ളം കുടിക്കുന്ന പക്ഷി എന്ന് എഴുതാം അല്ലേ. പാനി പീനെ വാലി ചിടിയ, വെള്ളം കുടിക്കുന്ന പക്ഷി. അടുത്ത നോക്കിക്കേ, പ്യാർ കർണ. ഇതെന്താ, പ്യാർ കർണ അല്ലേ, സ്നേഹിക്കുന്ന. കണ്ടോ, തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന അമ്മ. പ്യാർ കർണ, സ്നേഹിക്കുന്ന. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, പ്യാർ കർണേ വാലി ചിടിയ, സ്നേഹിക്കുന്ന പക്ഷി അല്ലേ. അടുത്ത നോക്കിക്കേ, അയ്യോ ദാ നോക്കിക്കേ, പക്ഷി എന്ത് ചെയ്യുവാ, മഴ നനയുന്നുണ്ടല്ലേ, വെള്ളം നനയുന്നുണ്ട്. കണ്ടോ, ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുക പുള്ളി. അപ്പോ ബാരിഷ് മേ ഭീഗിന, മഴ നനയുക. അപ്പൊ നോക്കിക്കേ, ബാരിഷ് മേ ഭീഗിനെ വാലി ചിടിയ, മഴയിൽ നനയുന്ന പക്ഷി. കണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇങ്ങനെ തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, കവിത എഴുതാനായിട്ട് അറിയാം. ഇനി ബാക്കി നിങ്ങളോട് പറയുന്നതിൽ പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് അറിയാം അല്ലേ. രാഷ്ട്രീയ പക്ഷി ദിവസ് 5 ജനുവരി, ജാനുവരി 5-നാണ് രാഷ്ട്രീയ പക്ഷി ദിവസം. അപ്പം അതിൻ്റെ ഒരു പോസ്റ്റർ, പഞ്ചിയായേ പ്യാസ് ബുച്ചായേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബാക്കി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. എല്ലാ ചോദ്യങ്ങളും ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാകുന്നത് വരെ ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടോ മക്കളെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ വരും, അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാവുന്നതായിരിക്കും. താങ്ക് യു.